അസ്സലാമു അലൈക്കും. പരിശുദ്ധ അറഫ ദിനത്തിലാണ് നമ്മളുള്ളത്. അറഫ മൈതാനിയിൽ ജനലക്ഷങ്ങളായ ഹാജിമാർ ഹജ്ജ് ചെയ്യാൻ പോവുകയാണ്. ഹജ്ജിൻ്റെ ഏറ്റവും പുണ്യകർമ്മം അറഫയിൽ നിൽക്കലാണ്. ദുൽഹജ്ജയിലെ 8, 9 നോമ്പ് ആരും ഒഴിവാക്കി കളയരുത്. അത്രയ്ക്ക് പുണ്യം നിറഞ്ഞ നോമ്പാണ്. ദുൽഹജ്ജ് 9 അഥവാ അറഫ ദിവസത്തെ നോമ്പ് പിടിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുമ്പുള്ള ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും മുഴുവൻ പാപങ്ങൾ പൊറുക്കാൻ അറഫ നോമ്പ് കാരണമാകുന്നു. അറഫ നോമ്പ് നോറ്റാൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുകയും അറഫ നോമ്പ് നോറ്റാൽ ഒരു വർഷം കൂടി ആയുസ്സ് നീട്ടിക്കിട്ടുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ദീർഘായുസ്സ് വേണ്ടവർ അറഫ നോമ്പ് പിടിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസം കൂടിയാണ് അറഫ ദിനം. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. ആയതിനാൽ അറഫ നോമ്പ് എല്ലാവരും പിടിക്കുക. റമദാനിൽ ഖളാ ആയ നോമ്പും ഇതിൻ്റെ കൂടെ കരുതുക. പാപങ്ങൾ പൊറുക്കപ്പെടും, ദുആ സ്വീകരിക്കും. ഒരു വർഷം കൂടി ദീർഘായുസ്സ് അവനിക്ക് ലഭിക്കും. എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവർക്കും അറഫ 9 നോമ്പ് പിടിക്കാൻ ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.